പാരന്റിങ്ങും ഡ്രഗ്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഒരു ജനറേഷൻ നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇതിന്റെ സാമൂഹ്യ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അത് നമ്മളതാ മനസ്സിലാക്കേണ്ടത്. ന്യൂജൻ മോശം, പുതിയ കാലത്തെ കുട്ടികൾ മോശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ആരെ പുതിയ കാലത്തെ കുട്ടികൾ അവർ ജനിച്ചു കഴിയുമ്പോൾ MDMA കൊണ്ടുവരുന്ന വിൽക്കുന്നവരൊക്കെ അല്ല, ആ കുട്ടികൾക്ക് ആരെ MDMA പരിചയപ്പെടുത്തി കൊടുത്ത്, ആ കുട്ടികൾക്ക് ആരെ MDMA കുക്ക് ചെയ്ത് കൊടുക്കണത്, ആ കുട്ടികൾക്ക് ആരെ MDMA എത്തിച്ചു കൊടുക്കണത്. കഞ്ചാവ് ഉപയോഗിച്ചാൽ ക്രിയേറ്റീവ് ആകാൻ പറ്റും, കഞ്ചാവ് ഉപയോഗിച്ചാൽ ഇന്ന ലൈംഗിക താല്പര്യം, എന്ത് പഠനങ്ങൾ. നമ്മള് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ കുറേ വാർത്തകൾ കേൾക്കുന്നുണ്ട്. എത്ര വാർത്തകൾ നമ്മൾ ആത്മാർത്ഥ ഞെട്ടുണ്ട്? ഇല്ല, സത്യം പറഞ്ഞില്ല. ഇല്ല, നമ്മൾ അഭിനയിച്ചിട്ട് കാര്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫാസിൽ PK, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ. അപ്പോൾ ഈ ഡ്രഗ്സിനെ കുറിച്ച്, അഡിക്ഷനെ കുറിച്ച്, റിക്കവറിയെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. ഡ്രഗ്സിൻ്റെ ആഴത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്താണ് അഡിക്ഷൻ? ഡ്രഗിന് അഡിക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ശരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയും അത് നിരന്തരം പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. അഡിക്ഷൻ എന്താണ്? ആശയതലത്തിൽ നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഒരു വസ്തുവിനെ വീണ്ടും വീണ്ടും ദുരുപയോഗം ചെയ്യുന്നവനാരോ അവനാണ് അഡിക്റ്റ്. ആ രോഗത്തിന് പറയുന്ന പേരാണ് അഡിക്ഷൻ എന്നുള്ളത്. സയന്റിഫിക് ആയിട്ടൊരു 6 കാര്യങ്ങൾ ICD പ്രകാരമുണ്ട്. അത് 6 ഒരു 4-3 സംഭവിക്കുമ്പോൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ആശയതലത്തിൽ നോക്കുമ്പോൾ 3 കാര്യങ്ങൾ ഇവരിൽ സംഭവിക്കും. ഒന്നാമത് ഉപയോഗത്തിൽ വർധന വരും. ഒരു വസ്തുവിനെ ഉപയോഗിക്കും, ആ വസ്തുവിനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും, ആ ഉപയോഗിക്കുന്നതിന് അളവ് കൂടും. അളവ് കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ടോളറൻസ് സംഭവിക്കുകയാണ്, കിട്ടുന്ന സുഖം കുറയും. 2 ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരും. 3 ബന്ധങ്ങളിൽ വിള്ളൽ വരും. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാളിൽ അഡിക്ഷൻ സംഭവിച്ചു എന്നുള്ളത്. പൊതുവെ ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നവരിലൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ്, ഇപ്പോൾ പുകവലിയാണല്ലോ ഇപ്പോൾ നമ്മളൊരു സ്കൂൾ കാലത്തിലൊക്കെ തുടങ്ങാവുന്നൊരു ലഹരി ഉപയോഗം എന്നുള്ളത്. പലർക്കും ഒരു വാതിലാണല്ലോ അത്. അപ്പോൾ അവർ പറയും നിർത്താൻ പറ്റും. ഈ ഒരു കോൺഫിഡൻസ് എല്ലാവരും പറയാറുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ മീറ്റ് ചെയ്യുകയും സംസാരിക്കുക. അപ്പോൾ അവരൊക്കെ ഈ കോൺഫിഡൻസ് ഉള്ളവരാണോ? അല്ല, തന്നെയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്? എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? അത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഉണ്ടാവും ഓവർ കോൺഫിഡൻസ് ആണ്. ഇന്നെ കൊണ്ട് പറ്റും, ഞാൻ വിചാരിച്ചാൽ നടക്കും, ഞാൻ വിചാരിച്ചാലേ നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ സിഗരറ്റ്. അധികം ആൾക്കാരും സിഗരറ്റ്, ഹാൻഡ്സ്, കൂളിപ്പ്, ചൈന കുനി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുക. പക്ഷെ ഒരിക്കലും തുടങ്ങിയുമ്പോൾ നിർത്താൻ കഴിയൂല. അത് ടോളറൻസ് എന്ന സാധനം നമുക്ക് ഉണ്ടാക്കും. ഈ സുഖം ഇന്ന് ഇപ്പോൾ ആദ്യമായിട്ട് വലിക്കുന്ന ആൾക്കാർ, നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി ലഹരിക്ക് എങ്ങനെ എത്തും നോക്കിയാൽ കുറേ ഘടകങ്ങളുണ്ട്. സാമ്പ്രദായക്കാർ, സമ്മർദ്ദക്കാരം, അല്ലെങ്കിൽ ആകാംക്ഷക്കാർ, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളേക്കാരം തുടങ്ങുക. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ചെറിയ ലഹരിനേക്കാരം തുടങ്ങി കയറാൻ ഒരു 4-5 ആൾക്കാർ ചേർന്നിട്ടേക്കാരം ഒന്ന് ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 4 ആൾക്കാർ ചേർന്നിട്ട് ഒരു സിഗരറ്റ് വലിക്കും. അപ്പോൾ ഒരാൾ ഒരു 1-2-3 പഫൊക്കെ വലിച്ചിട്ട് നിർത്തും. പിന്നെ സമയം കഴിയുമ്പോൾ 2 ആൾക്ക് ചേർന്ന് 1 വേണ്ടി വരും, ഒരാൾക്ക് 1 വേണ്ടി വരും. ആ 1 സുഖം കിട്ടാതാവും. അങ്ങനെ 2 ആവും, 2-3 ആവും. പിന്നെ എന്തായി? സിഗരറ്റിൽ നിന്ന് സുഖം കിട്ടൂല, അല്ലെങ്കിൽ ഹാൻഡ്സിൽ നിന്ന് സുഖം കിട്ടൂല. അപ്പോൾ എന്തായി? അടുത്ത ലഹരിയാവും. അങ്ങനെ ലഹരിൻ്റെ എണ്ണം കൂടുമ്പോൾ ഇവര് പറയും ഇന്നെ കൊണ്ട് 1 കഴിയും, 2 കഴിയും, 3 കഴിയും, ഇത്രയല്ലേ ഉള്ളൂ, അത്രയല്ലല്ലോ, മറ്റവൻ്റെ അത്രയല്ലോ, ഇവൻ്റെ അത്രയല്ലോ. അങ്ങനെ മേലോട്ട് ആരൊക്കെ വലുതുണ്ടോ അവരെങ്ങനെ നോക്കിയിട്ട് പറയും ഞാൻ അത്രയൊന്നുമില്ല, ഞാൻ നിസാരൻ. ഇതൊരു വെറും വർത്താനാണ്. ഓവർ കോൺഫിഡൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു സംസാരമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ MDMA ആണല്ലോ നമ്മൾ പ്രധാന ചർച്ച. ഇവിടുന്ന് ഇത്ര പിടിച്ചു കിലോ ഒക്കെയാണ് പിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇത്ര യൂസേഴ്സ് ഉണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പോൾ അത് പറയുന്നത്. അല്ലാതെ ഒരു കിലോ ഒരു സമയം എത്ര ഗ്രാമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? സാധാരണഗതിയിൽ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1-2 ഗ്രാമൊക്കെയാണ് കോമൺ ആയിട്ട് മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. സത്യമാണത്. നമ്മളെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ 2018 പ്രളയത്തിനും കൊറോണയ്ക്ക് ശേഷമാണ് MDMA ശരിക്കും നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ആവുന്നത്. അതുവരെ നമ്മളെ കഞ്ചാവൊക്കെയാണ് കാര്യമായിട്ടൊരു ഉപയോഗം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ട്രെൻഡായി. ഗ്രാമങ്ങളിൽ നാട്ടുമ്പുറത്ത് പോലും MDMA സുലഭമായിട്ട് കിട്ടുന്നത്. മുൻപ് ഈ MDMA എന്ന് പറഞ്ഞ സാധനം ഈ ബാംഗ്ലൂർ, കൊച്ചി അല്ലെങ്കിൽ കുറച്ച് ഹൈഫൈ ടീമിൻ്റെ അടുത്ത് മാത്രം ഉണ്ടായിരുന്ന സാധനമാണെങ്കിൽ ഇന്നിപ്പോൾ ജനകീയമായി എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ മക്കൾ മുതൽ വയസ്സായ മനുഷ്യന്മാർ വരെ അത് ഉപയോഗിക്കുന്നുണ്ട് പല പർപ്പസിന്. സുലഭമായി. ഈ മെത്താംഫിറ്റാമിൻ എന്ന് പറഞ്ഞ സാധനം അതിന്റെ പല രൂപത്തിൽ എക്ടസി പിൽസ് ആയാലും M ആയാലും മോളി എന്ന് പറഞ്ഞിട്ടും പലവിധ പേരാണ്. ഇതിന്റെ പേര് പറയുമ്പോൾ തന്നെ രസമാണ്. ചില ആൾക്കാർ കല്ല് എന്ന് പറയും, ചില ആൾക്കാർ മെത്ത് എന്ന് പറയും, ചില ആൾക്കാർ മോളി എന്ന് പറയും. അങ്ങനെ പലവിധ പേരിൽ ഇത് സുലഭമായി കൊണ്ടിരിക്കണം നമ്മുടെ നാട്ടിൽ. അത് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഈ 2 കിലോ പിടിച്ചു, 3 കിലോ പിടിച്ചു, 4 കിലോ പിടിച്ചു പറയുന്നത്. ഗ്രാമിന് ഈ റീറ്റെയിൽ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഹോൾസെയിൽ അല്ല, റീറ്റെയിൽ റേറ്റ് 2500-3000 കൊടുക്കാൻ റെഡിയാണ്. എന്നിട്ടോ
അതിലും വലിയ രസമുണ്ട്. ചില ആൾക്കാർ നമ്മളെ പേഷ്യൻസ് ആയിട്ട് വരുന്ന ചില മനുഷ്യന്മാർ പറയും 1 ഗ്രാമിന് 2500 രൂപ വാങ്ങും, ഞങ്ങൾ 1 ഗ്രാം അവിടെ നിന്ന് എടുത്തിട്ട് 1/2 ഗ്രാമിന് 2 പാക്കാക്കിയിട്ട് 1 ഗ്രാമാണ് പറ്റിച്ചു കൊടുക്കും. അപ്പോൾ ഇത്തിരി ഭയങ്കരമായിട്ട് സുലഭമാണെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന തെളിവുകളൊക്കെ സമർത്ഥിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2 കിലോ 3 കിലോ എന്നൊക്കെ 500 കിലോ 50 കിലോ അതൊന്നും ഒരു കണക്കാണല്ലോ. അപ്പോൾ ഇത്രയും മാർക്കറ്റിൽ ഇവിടെ അവൈലബിൾ ആണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സൗഹൃദത്തിൽ നിന്നോ സർക്കിളിൽ നിന്നൊക്കെ ഇത് പെടാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബ്രദേഴ്സോ പിന്നെ അതേ മക്കളോ ഒക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു പാരൻ്റ് നിലയ്ക്ക് ഇപ്പോൾ പാരൻ്റ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ മകൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മകള് ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണുന്നു, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്താണ് സ്റ്റാർട്ടിങ്? അല്ല, പാരന്റിങ് പറയുമ്പോഴേ ഒരു പ്രത്യേക കാര്യം പറയാതെ പോയാൽ ശരിക്കും അതൊരു ക്രൂരതയാണ്. ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന കേസുകളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു റിസർച്ചൊക്കെ നടത്തി നോക്കുമ്പോൾ പാരന്റിങ്ങും ഡ്രഗ്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ശരിക്കും പാരന്റ്സിന് ഭയങ്കര വേദനയാണ്. പാരന്റ്സിന് വീഴ്ച. ഇപ്പം നമ്മുടെ നാട്ടിൽ അവിടെ വന്നിട്ട് നാട്ടുകാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, CA ഒക്കെ പറയും നിങ്ങളെ വളർത്തു ദോഷം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ കിടന്നതെന്ന് പാരന്റ്സിനെ കുറിച്ച് പറയാറുണ്ട്. അല്ലെങ്കിൽ ആ പാരന്റ് കാരണമാണ് സാറേ ശരിക്കും ഇവൻ ഇങ്ങനെ ആയതെന്നൊക്കെ പറയാറുണ്ട്. കേൾക്കുമ്പോൾ പാരന്റ്സിന് വേദനയാണ്. പക്ഷേ സത്യത്തിൽ ഈ കുട്ടി വഷളാവുന്നതിൽ ഞാൻ പറഞ്ഞ എല്ലാ കുട്ടികളും വഷളാവും പാരന്റ്സ് കാരണമല്ല, പക്ഷേ പാരന്റ്സിന്റെ ഒരു റോൾ ഉണ്ട്. അതൊരു സത്യമാണ്, പല വിധത്തിലുണ്ട്. പക്ഷെ പാരന്റ്സ് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഞാൻ മനഃപൂർവ്വം അവരങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് അവരടുത്ത് വന്ന എന്തോ ഒരു മിസ്റ്റേക്ക്, പാരന്റിങ്ങിനെ കുറിച്ച് അവർക്ക് അറിയാത്തൊരു കാരണം, പുതിയ കാലത്ത് കുട്ടിനെ നേരിടാൻ അവരെ കൊണ്ട് കഴിയാത്തൊരു കാരണം കൊണ്ട് പലപ്പോഴും ഇവർ അതിൽ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ശരിക്കും ആ ഒരു പാരന്റിങ് ക്ലിയർ ആക്കിയാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. പാരന്റിങ്ങിന് ഒരു 5 പ്രത്യേകമായിട്ട് ഇവർ കാണുന്ന ഒരു 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈൽഡിങ്, പെർമിസീവ്, ഓവർ പ്രൊട്ടക്റ്റീവ്, ഒരു ഇൻകൺസിസ്റ്റൻസി പാരന്റിങ്, അല്ലെങ്കിൽ നെഗ്ലക്റ്റിംഗ് പാരന്റിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഈൽഡിങ് ആണ് ഉദാഹരണം. ഭീഷണിക്ക് വഴങ്ങുന്ന സ്വഭാവം. അങ്ങനെ പറഞ്ഞ ഒരു പാരന്റും അംഗീകരിക്കൂല. ഞാൻ അങ്ങനെ ആരും ഭീഷണിക്കും വഴങ്ങാത്ത ആളാണെന്നൊക്കെ സ്റ്റേണായി പറയും. പക്ഷെ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം, 5 വയസ്സുള്ള ഒരു കുട്ടി നമ്മൾ വീട്ടിൽ നിന്നിട്ട് ലേസ് വേണമെന്ന് പറഞ്ഞ് കരയുന്നു. നമുക്കന്ന് പ്രത്യേകിച്ച് ഒരു പണിയില്ല, വീട്ടിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ വീട്ടുകാരും മാത്രമേ ഉള്ളൂ. കുട്ടി കരയുന്നു, നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്യൂല. അത് കരഞ്ഞിട്ട് 5 മിനിറ്റ് പോയിക്കോളൂ എന്ന് പറയും. അതേ കുട്ടി നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ഒരു കല്യാണത്തിന് ഇറങ്ങി ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് കരയുന്നത്, എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക? വാങ്ങിക്കൊടുക്കും. സ്വാഭാവികമാണ്. കാരണം എന്താ, നമുക്ക് വഷളാവാൻ പറ്റില്ല, മാനം കെടാൻ പറ്റൂല, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടെ, അതൊന്നും കളയാൻ നമ്മൾ സമ്മതിക്കൂല. പക്ഷെ കുട്ടി പഠിക്കണ കാര്യമുണ്ട്, എന്താ, എൻ്റെ വീട്ടുകാരിൽ നിന്ന് കാര്യം നടക്കണമെങ്കിൽ ഭീഷണിപ്പെടുത്തും. 5 വയസ്സുള്ള കുട്ടി ലൈസിന് വേണ്ടി കരയിലാണെങ്കിൽ ആ കുട്ടി 10ഉം 15ഉം വയസ്സാകുമ്പോൾ സഹോദരങ്ങൾ ഉപദ്രവിക്കും, സാധനങ്ങൾ നശിപ്പിക്കും, അയൽവാസികൾ ഒച്ചുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. അപ്പം നമ്മൾ ഈൽഡ് ചെയ്യും, വഴങ്ങിക്കൊടുക്കും. അതേ കുട്ടി 20-25 വയസ്സാകുമ്പോൾ ആയുധങ്ങൾ വെച്ചിട്ട് ചോദിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ വെച്ചിട്ട് ചോദിക്കും, അപ്പോഴും വഴങ്ങേണ്ടി വരും. അപ്പോൾ എവിടെ പ്രശ്നം വന്നത്? ആ ചെറുപ്പത്തിലുള്ള ആ ഒരു ഭീഷണിക്ക് വഴങ്ങിയ സ്വഭാവമാണ്. അവിടെ സ്റ്റേണായിട്ട് അസേർട്ടീവായിട്ട് പറഞ്ഞില്ലെങ്കിൽ വളരൂല. അപ്പൊ ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്ക് അത് തന്നെയാണ് ഈ പെർമിസീവ് മാത്രം കൊടുക്കുക. ചില ആവശ്യങ്ങളെ നിരാകരിക്കാൻ അത് നോ പറയേണ്ടടുത്ത് നോ പറയാൻ രക്ഷകർത്താക്കൾ പഠിക്കാത്ത കാലത്തോളം ഭീഷണിപ്പെടുന്ന സ്വഭാവം വന്നുകൊണ്ടേയിരിക്കും. എന്ന് നോ പറയുന്നു അന്നത്തോടുകൂടി അവൻ്റെ ആ ഒരു ഇതൊക്കെ എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ രക്ഷകർത്താവും ഇതിൻ്റെ മകനാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മകളാണെന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വളരാൻ ഒരു രക്ഷകർത്താവും ഒരാളെയും സമ്മതിക്കരുത്. പിന്നെ ഇതിലൊരു പ്രശ്നം, ഇപ്പോൾ കുട്ടി ചോദിക്കുന്നത് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഒരിക്കലും റിജക്ഷൻ അറിയുന്നില്ലല്ലോ. ഇല്ല, നോന്ന് തുടക്കത്തിലൊന്നും പറയാതെ ലാളിച്ചു കൊണ്ടുനടന്നിട്ട് പിന്നെ അവസാനത്തിലെത്തുമ്പോൾ നോന്ന് പറയുമ്പോൾ കുട്ടി ചോദിക്കും എന്താ എത്ര കാലത്തൊരു നോ ഇപ്പോൾ. അതൊരു സാധനം. ഇതേപോലെ വരുന്ന ഒരു മിസ്റ്റേക്ക് കൂടി പറയണം, ഓവർ പ്രൊട്ടക്റ്റീവ് പറഞ്ഞ സാധനമുണ്ട്. ഈ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പാരന്റ് ഇങ്ങനെ മകനെ അഡ്മിറ്റാക്കി വന്നിട്ട് പാരന്റിനോട് ചോദിക്കുകയാണ് എപ്പോഴാണ് നിങ്ങൾ ലഹരി ഉപയോഗിക്കണമെന്ന് അറിഞ്ഞത്. പാരന്റ് പറയുന്നത് സാർ ഞാനൊരു 4 വർഷമായിട്ടുള്ള അറിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഇങ്ങനെ എടുത്ത് വരുമ്പോൾ സ്കൂളിൽ നിന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ, സ്കൂളിൽ നിന്ന് മാഷി പറഞ്ഞിരുന്നു ഇവൻ്റെ കൂട്ടുകാരെയും ഇങ്ങനെ സംശയാസ്പദം അതിൽ ബാത്റൂമിൽ കണ്ടു. അപ്പോൾ നമ്മൾ ചോദിച്ചു അതെന്നിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ അന്ന്? അല്ല സാർ ഞാൻ അവനോട് ചോദിച്ചു, അപ്പോൾ അവൻ പറഞ്ഞു അവൻ വലിച്ചിട്ടേ ഇല്ല, അവൻ്റെ കൂടെയുള്ള 5 ആൾക്കാരെ വലിച്ചിട്ടുള്ളൂ, ഇവൻ കാണാൻ പോയതാണ്. അപ്പം എൻ്റെ കുട്ടി എന്നുള്ളൊരു വികാരമാണ്. എൻ്റെ കുട്ടി അതൊന്നും ചെയ്യൂല, എൻ്റെ കുട്ടി വേറെ എന്തോ ഇവിടുന്ന് ഇറങ്ങി വന്ന ഒരാളാണ്, എൻ്റെ കുട്ടീൻ്റെ കൂടെ ഉള്ളവർ ചെയ്തു, എൻ്റെ കുട്ടി ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്ന സത്യം മാത്രം പറയുന്ന സ്നേഹം മാത്രമുള്ള കുട്ടിയാണെന്നുള്ളത് തോന്നുകയാണ്. ആ ടീച്ചർ അവിടെ വിശ്വസിച്ചു, അവനെ വിശ്വസിച്ചു, അവനെന്ത് ചെയ്തു? സമർത്ഥമായി കബളിപ്പിച്ചു. രക്ഷകർത്താക്കളെ വീക്ക്നെസ്സിൽ പോലെ കയറി പിടിക്കും, സമർത്ഥമായിട്ട് കബളിപ്പിച്ചു. പക്ഷേ രക്ഷകർത്താവ് തിരിച്ചറിയാൻ വൈകി, ആ ഒരു പുത്രസ്നേഹത്താൽ അന്ധനായി, കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. അവസാനം ഒരു പരിധിക്ക് അപ്പുറത്തുമ്പോഴാണ് ചികിത്സ എന്നുള്ള രൂപത്തിലേക്കൊക്കെ എത്തുന്നത്.
ഒരു എന്റെ കുട്ടി ചെയ്യൂല എന്നുള്ള ഒരു ഇല്ല, എന്റെ കുട്ടി എന്നുള്ള വികാരം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമാണ്. എന്റെ കുട്ടി കേടരും, പക്ഷെ എന്റെ കുട്ടി കേടുവരൂല, അതാണ് പ്രശ്നം. അല്ല, ഇതിലിപ്പോ നമ്മളിപ്പോ എങ്ങനെയാണ് ഇപ്പൊ അവരെ അപ്പൊ അവരിൽ എന്ത് ചേഞ്ചസ് വരും? ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അതില് നിങ്ങളാ പറഞ്ഞതിനാണ് ശരിക്കും സത്യം. അപ്പോൾ മുന്നേ മദ്യപാനം നമുക്ക് സ്മെല്ല് കിട്ടും, അല്ലെങ്കിൽ ചില ശരീരഭാഷയിലൊക്കെ ഒരു ബാലൻസിങ് ഒക്കെ പോകും, കുറച്ച് കാര്യങ്ങളൊക്കെ. കഞ്ചാവ് അടിക്കുമ്പോഴും ആ ഒരു ബോഡി ലാംഗ്വേജിൽ കിട്ടും, അല്ലെങ്കിൽ കണ്ണ് ചോക്കും, അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ ആംഫിറ്റാമിൻ, മെത്താംഫിറ്റാമിൻ എന്ന് പറയുന്ന സാധനം, MDMA എന്ന് പറയുന്ന സാധനം, അത് നമുക്ക് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കിട്ടൂല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടൂല, അതാണ് സത്യം. അതിന് പ്രത്യേകമായിട്ടൊരു മണമൊന്നുമില്ല. അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ ഹൈപ്പർ ആവും ആള്. അപ്പോൾ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം പതിവില്ലാത്ത സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കാണും. ഹൈപ്പർ ആക്റ്റീവ് ആവും. 2 ഉറക്കം തീരെ ഉണ്ടാവില്ല കുട്ടിക്ക്. 3 സംസാരത്തിലൊക്കെ നല്ല കോൺഫിഡൻസുകൾ കൂടിക്കൊണ്ടേക്കും. നല്ല ഷൈ ആയതിന് ആളൊക്കെ കാണാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഹൈപ്പറായി കയറുന്നു. അത് ഈ ഒരു സാധനത്തിന്റെ ഒരു സ്റ്റിമുലന്റ് ആണല്ലോ, സ്റ്റിമുലന്റ് കാറ്റഗറിയിൽ പെട്ടൊരു സാധനമാണല്ലോ MDMA എന്ന് പറഞ്ഞാൽ. സ്വാഭാവികമായിട്ടും ആളൊന്നും ഇങ്ങോട്ട് ഓണായി എന്നൊക്കെ തോന്നും. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ MDMA ഉപയോഗിക്കുമ്പോൾ എന്തായി, ഡോപ്പമിന്റെ അളവ് അടിച്ചു കയറി. നോർമലായിട്ടൊരു മനുഷ്യനെ കിട്ടുന്ന സന്തോഷത്തിന്റെ ലെവൽ എത്രയോ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ഇതിനൊരു ആഫ്റ്റർ ഉണ്ടല്ലോ, ആഫ്റ്റർ എത്തുമ്പോൾ ഇതിങ്ങനെ ഇറങ്ങിയിട്ട് ഡോപ്പമിന് പരിധിക്കും താഴത്ത് പോകും. താഴത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങി തൂങ്ങി ഈ തൂക്കം വന്ന കോയിക്കൾ എന്നൊക്കെ പറയല്ലോ നമ്മുടെ നാട്ടിൽ, അതേപോലെ ഇങ്ങനെ ആവും. പിന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഓണാണെങ്കിൽ ഈ സാധനം ചെന്നാൽ മാത്രമേ പറ്റൂ, അല്ലാതെ ഒരാൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ ചേഞ്ചസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. തുടക്കത്തിൽ ചിലപ്പോൾ തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമായിക്കാറ്, പക്ഷെ അതൊരു അഡിക്ഷൻ ലെവലിലേക്ക് എത്തിയാൽ ഈ ചേഞ്ചസ് പ്രകടമായിട്ട് തന്നെ കാണാൻ പറ്റും. പാരന്റ്സ്, ഒരു സാധാരണക്കാരെ പാരന്റ്സിന് ഇത്ര പെട്ടെന്ന് കിട്ടണമെന്ന് നിർബന്ധമല്ല. കാരണം അവര് ഒന്നാമത് തിരിച്ചറിയില്ലല്ലോ. മക്കള് ഒന്നെങ്കിൽ രാത്രി വൈകി വരുന്ന മക്കളേക്കാണ്, അല്ലെങ്കിൽ രാവിലെ രക്ഷകർത്താക്കൾ ജോലിക്ക് പോയാലും ഉമ്മമാര് പക്ഷെ ഭയങ്കര കുറച്ചും കൂടി വാപ്പാരെ അപേക്ഷിച്ച് ഉമ്മ കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇന്റെ കുട്ടി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഉമ്മാർക്കാണ് കുറച്ചും കൂടി അധികമായിട്ട് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോ അതിൽ വേറൊരു ശരിക്ക് തിരിച്ചറിഞ്ഞാലും പുറത്ത് പറയാതിക്കലാണ് ഉമ്മാരൊരു ട്രെൻഡ്. അതെ, വാപ്പാനോട് പോലും ചിലപ്പോൾ ഷെയർ ചെയ്തൊന്നും വരില്ല. ഞാനായിട്ട് ഡീൽ ചെയ്തിട്ട് കുട്ടീനെ ശരിയാക്കാന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ആണത്. പക്ഷേ ഉമ്മാരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പറ്റിക്കുക. കാരണം വാപ്പാരെ അപേക്ഷിച്ച് ലോകം കാണൽ കുറവാണ് ഉമ്മാര്. ആ ഉമ്മാരെ ഒരു പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്യും. നമ്മൾ ഈ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറയലുണ്ടല്ലോ, ശരിക്കും അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് വഴി വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അത് വരെ വ്യക്തിത്വ വൈകല്യത്തിലേക്ക് ഇവർ നയിക്കപ്പെടും ഈ ഡ്രഗ്സ് വഴി. അതുകൊണ്ട് തന്നെ പാരന്റ്സിനെ തിരിച്ചറിയാൻ കഴിഞ്ഞോളന്നില്ല, ആണ് അതിന്റെ ഒരു പ്രശ്നം. പാരന്റ്സ് ഈ പറഞ്ഞ അത് തന്നെ മതിയാകുന്നതാണ്. എന്തായിരുന്നാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിയാന്നുള്ളത്. നമ്മൾ സാധാരണക്കാരെ പാരന്റിന് അത് അറിയാവുന്നത്. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒന്ന് ഉറക്കം നഷ്ടപ്പെടും, 2 ആള് കുറച്ച് ഹൈപ്പർ ആവും, 3 സംസാരത്തിലൊക്കെ നമുക്ക് ആ വ്യത്യാസങ്ങൾ കാണും. അത് തന്നെയാണ് പ്രകടമായിട്ടും നമുക്ക് കാണാൻ പറ്റും. പിന്നെ പൈസക്ക് അത് നമ്മൾ പറയാൻ മറന്നൊരു സാധനമാണ്. പൈസക്കൊരു തുമ്പും ഉണ്ടാവില്ല. ചെലവ് എവിടെ പോകുന്നു, വരുമാനം വരുന്നതിന്റെ ഒരു 10 ഇരട്ടി ചെലവ് വരും. പൈസ എവിടെ പോകുന്നു ഒരു ഇതും ഉണ്ടാവില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം കാണാം. ഈ ഒരു പൈസന്റെ ആ ഒരു കാര്യം നോക്കിയാൽ അവന് ശമ്പളം പോണ വഴിയും വീട്ടിൽ പൈസ ചോദിക്കുന്നു, അതിന്റെ ഒരു രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത് നല്ലൊരു സാധനമാണ്. ആ പൈസ എവിടെ പോണു, എവിടുന്ന് വരുന്നു, എവിടുന്ന് പോകുന്നു എന്നുള്ളത് പാരന്റ്സ് ചെക്ക് ചെയ്താൽ തന്നെ ഒരുവിധമൊക്കെ ലഹരിനെ കുറിച്ച് അതൊന്നുകൂടി ആവർത്തിക്കാൻ. ഒരു സാധാരണക്കാര പാരന്റ്സ് ഇപ്പം എങ്ങനെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ ഇപ്പോൾ ഈ ഒരു സാധനം, 1 ഉറക്കത്തിൽ വ്യത്യാസം, 2 ഈ സംസാരം, 3 ഈ ഹൈപ്പർ ആക്റ്റീവ്, 4 ഈ പണത്തിന്റെ ഒരു സ്രോതസ്. അതെങ്ങനെ, വരുമാനം എവിടെ, ചെലവ് എവിടെ, ബാലൻസ് എവിടെ, അത് കൃത്യമായി പഠിച്ചാൽ തന്നെ ലഹരി ഉണ്ടോ അല്ലേ എന്നുള്ളത് ഒരുവിധമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കണേ, നമ്മളെ ചോദ്യം അതല്ലായിരുന്നു, എന്നാലും വളരെ ഫ്രൂട്ട്ഫുള്ളായ കുറേ ഇൻസൈറ്റ്സ് ആണ്. ഇത് നമ്മളിപ്പോൾ ഇതിൽ പെട്ടുപോയി. നമ്മളെ ചോദ്യം ഇതാണ്, ഇപ്പോൾ നിങ്ങളൊരു കുട്ടി, മകൻ അല്ലെങ്കിൽ ഒരു ബ്രദർ ഇതിൽ വീണ് പോയി, ഇനി എന്താണ് വഴി? വീണ് പോയാൽ ശരിക്ക് വാണിംഗ് കൊടുത്ത് നന്നാക്കാന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നടപ്പ്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ കണ്ട കേസുകളിൽ അധികവും ചികിത്സക്ക് വേണ്ടിയിട്ട് എത്തുന്നത് അവസാന നിമിഷത്തിലാണ്. അവസാന നിമിഷം പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ആക്രമണം, അല്ലെങ്കിൽ ഒരു രോഗം,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം, ഓക്കെ, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതിന് ശേഷമാണ് അധികവും ചികിത്സക്ക് എത്തുന്നത്. തുടക്കത്തിൽ ആരും ചികിത്സിക്കാൻ കൊണ്ടല്ല. ഒന്നെങ്കിൽ വാണിംഗ് കൊടുക്കും, ഇല്ലെങ്കിൽ കാണാത്ത പോലെ നിൽക്കും, ഇല്ലെങ്കിൽ അവൻ നന്നാവാന്ന് പറഞ്ഞത് വിശ്വസിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള നമ്മളെ നാട്ടിൽ കാണുന്ന പോലെ ഉറുക്കോ മന്ത്രശാല അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇതിൻ്റെ വഴിക്ക് പോയിട്ട് അവിടെ കൊണ്ട് നിൽക്കും. ഒരിക്കലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പിലേക്ക് അവർ പോവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ട്, ഇവൻ്റെ സാഹചര്യം മാറ്റാൻ അവർ മുതിരില്ല. ഇവൻ ഏത് സാഹചര്യത്തിലാണോ ലഹരി ഉപയോഗിക്കുന്നത് ആ സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും പിറ്റേന്ന് അവൻ പോകുന്നത്. അതിലൊരു ചേഞ്ച് വരുത്താനോ ഇവൻ്റെ കൂട്ടുകെട്ടിലൊരു മാറ്റം വരുത്താനോ ഒരു സാഹചര്യത്തിലൊരു മാറ്റം വരുത്താനോ ഒരു പോക്കിലൊരു മാറ്റം വരുത്താനോ ശ്രമിക്കൂല. കേവലം ഒരു ഉപദേശത്തിൽ മാത്രം ഒതുക്കിയിട്ട് നന്നാക്കാൻ നോക്കും, അല്ലെങ്കിൽ ഒരു ഭീഷണി കൊണ്ട് നന്നാക്കാൻ നോക്കും. അത് ഫലിക്കില്ല. കാരണം നമ്മൾ ഈ നന്നാക്കാൻ പോണ എന്തിനെ? ഈ അഡിക്ഷനെയാണ്. തലച്ചോറിൽ രൂപപ്പെട്ടിട്ടുള്ള അഡിക്ഷനെയാണ് നമ്മൾ വാക്കുകൊണ്ട് വെറുതെ മാറ്റാന്ന് പറയുന്നത്. ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറും ഒരു വാക്കുകൊണ്ട് മാറുന്ന സാധനമൊന്നുമല്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞ രോഗം സയൻസ് പറയണത് ദീർഘകാല രോഗാവസ്ഥയെന്നാണ്. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ മാറുന്ന സാധനം. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള സാമൂഹിക പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്തുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിതിനെ പരിപൂർണമായിട്ടും. നമ്മളെ ബന്ധപ്പെട്ട ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ ആദ്യം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് റീച്ച് ചെയ്യുക. ഏറ്റവും നല്ലത് നമ്മൾ സ്വയം ചികിത്സിക്കാതെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള അതിന് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളതിന് നേരിടുമ്പോൾ അയാൾ എന്താണെന്ന്, അയാളെ ലഹരി എന്താണെന്ന്, ലഹരിൻ്റെ അപകടം എന്താണെന്ന്, എത്രത്തോളം തീവ്രമാണെന്നോ എന്നതിനെക്കുറിച്ചും സാധാരണ അറിയണമെന്നില്ല. പിന്നെ ഇവൻ എത്രത്തോളം അതിനായിട്ട് ഡിപ്പെൻഡാണ്, ഇവൻ്റെ ഒരു അതിനായിട്ടുള്ള ഫാൻറ്റസി എന്താണ്, ലഹരിക്ക് അടിമപ്പെടാനുള്ള കാരണം എന്താണ്, ഇവൻ അതിന് മാറിക്കാനുള്ള വകുപ്പുകൾ എന്താണ്, ഇവനുള്ള ത്വര ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് ശരിക്കും പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയാണ് അതിൻ്റെ ഒരു രീതി, ഏറ്റവും മികച്ച തീരുമാനം. അതാവും കുറച്ചും കൂടി റിക്കവറിക്ക് സാധ്യത കൂടുതൽ. ഓക്കെ. ഇങ്ങനെ പ്രൊഫഷണൽ ഹെൽപ്പ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവർ ആയി വരാറുണ്ടോ? ഡ്രഗിൻ്റെ കാര്യത്തിൽ ഒരിക്കലും 100% റിക്കവറി ഇല്ല. അതൊരു സത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളത് കരുതുന്നത് മദ്യം ഏതാണെങ്കിലും ഏത് ഡ്രഗിൻ്റെ കാര്യത്തിൽ 100% റിക്കവറി ഇല്ല. ഈ മദ്യത്തിൻ്റെ കാര്യത്തിലും കഞ്ചാവിനത്തിലും MDMA കാര്യത്തിലായാലും. പിന്നെ മദ്യത്തിനെ അപേക്ഷിച്ച് കഞ്ചാവിൽ ചാൻസ് കുറയും, കഞ്ചാവിനെ അപേക്ഷിച്ച് MDMA റിക്കവറി ചാൻസ് കുറയും. അത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അങ്ങനെയാണ്. കാരണം അത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആക്കുന്നുണ്ട് നമ്മൾ MDMA, അത്രത്തോളം ക്രേവിങ് ഉണ്ടാക്കുന്നുണ്ട് MDMA. അപ്പോൾ സ്വാഭാവികമായിട്ടും ചികിത്സ എടുത്ത് പരാജയത്തിനുള്ള സാധ്യതയും ഉണ്ട്. ഒരിക്കലും ഒരു ഹൈ പെർസെൻറ്റേജ് റിക്കവറി ഇല്ല, അതൊരു സത്യമാണ്. അപ്പോൾ അഡിക്ഷൻ്റെ അത്രയും തീവ്രത ഉണ്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത്. മനുഷ്യനായിട്ട് അത്രയ്ക്ക് ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ട്. അതൊരു ഭയാനകരമായ ഭീതികരമായിട്ടുള്ള സത്യമാണ് ഈ സംസാരത്തിൽ. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ശരിക്കും സയൻസ് അതാണ്. 100% റിക്കവറി ഇല്ല. ഇല്ലാത്തൊരു സാധനം നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്തിട്ട് ആക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇപ്പോൾ ക്യാൻസർ എത്ര പെർസെൻറ്റേജ് റിക്കവറി ഉണ്ട്? പല ടൈപ്പ് ഉണ്ടല്ലോ. പല ടൈപ്പ് ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസർ എന്നുള്ള രോഗം, നമ്മൾ കുറേ സർജറിക്ക് പോകുന്നുണ്ട്, എത്ര മാസം കിട്ടുന്നുണ്ട്? ഒരു ചോദ്യമാണല്ലോ. അതേപോലെ തുടങ്ങാതെക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. അതാണ് ഏറ്റവും നല്ല പരിഹാരം. കാരണം ചികിത്സക്ക് ശേഷം അതിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ നോക്കണം. എത്ര പെർസെൻറ്റേജ് കിട്ടും എന്നുള്ളത്. അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഈ ഡി അഡിക്ഷൻ സെന്ററിൽ വരുന്നവരൊക്കെ ഒരു ഏകദേശം പിന്നീടുള്ള തുടർ ലൈഫ് ജീവിതമൊക്കെ എങ്ങനെ? ഡി അഡിക്ഷൻ സെന്ററിൽ വരുന്നവരിൽ തുടക്കത്തിൽ ലഹരി ഉപയോഗിക്കാറിൽ പെർസെൻറ്റേജ് കൂടും. മദ്യത്തിനും കഞ്ചാവിനൊക്കെ MDMA അപേക്ഷിച്ച് റിക്കവറി പെർസെൻറ്റേജ് കൂടുതലാണ്, വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ MDMA ഇപ്പോൾ സ്വഭാവ വൈകല്യം, നമ്മൾ ഈ ASPD എന്നൊക്കെ പറഞ്ഞ സ്വഭാവം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പെർസെൻറ്റേജ് കുറയും. അത് അതിൻ്റെ ഒരു ശാസ്ത്രീയത അങ്ങനെ തന്നെയാണ്, അതിലൊരു തർക്കമല്ല. ഇത് നിരാശയാകെ അല്ല, നിരാശയാണ്. പക്ഷേ ഈ നിരാശ സംഭവിക്കാതൊക്കെയുള്ള പണിയാണ് എടുക്കേണ്ടത്. അതാണ് ഗൗരവം. നിരാശ നമ്മളിത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. വന്നോളിയെ ആര് വേണമെങ്കിലും ചികിത്സ എടുത്തോളൂ, ചികിത്സ എടുത്താൽ 100% വിജയം എന്ന് ലോകത്തൊരാൾക്കും പറയാൻ കഴിയൂല. ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയുന്ന സാധനമല്ല അഡിക്ഷൻ. ഗൗരവം തീർച്ചയായിട്ടും ഗൗരവം ഉൾക്കൊള്ളാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മളെ ഇപ്പൊ ഇങ്ങനെ നമ്മളാക്കി തീർക്കുന്ന പാരന്റിങ്ങിന് ഇപ്പോൾ ഒരു ജനറേഷൻ നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇതിന്റെ സാമൂഹ്യ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അത് നമ്മളതാ മനസ്സിലാക്കേണ്ടത്. ന്യൂജൻ മോശം, പുതിയ കാലത്തെ കുട്ടികൾ മോശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ആരെ പുതിയ കാലത്തെ കുട്ടികൾ അവർ ജനിച്ചു കഴിയുമ്പോൾ MDMA കൊണ്ടുവരുന്ന വിൽക്കുന്നവരൊക്കെ അല്ല, ആ കുട്ടികൾക്ക് ആരെ MDMA പരിചയപ്പെടുത്തി കൊടുത്ത്, ആ കുട്ടികൾക്ക് ആരെ MDMA കുക്ക് ചെയ്ത് കൊടുക്കണത്, ആ കുട്ടികൾക്ക് ആരെ MDMA എത്തിച്ചു കൊടുക്കണത്? ഈ പറഞ്ഞ മില്ലേനി എന്ന് പറഞ്ഞ ടീമും
ഈ പറഞ്ഞ ടീം തന്നെയാണല്ലോ ശരിക്കും എത്തിച്ചു കൊടുക്കണേ. ഈ 40+, ഈ 30+, ഈ 25+ തന്നെയാണ് ഈ പറഞ്ഞ മക്കൾക്ക് എത്തിച്ചു കൊടുക്കണത്. ആരാ അവർക്കത് പരിചയപ്പെടുത്തി കൊടുക്കണത്? അപ്പോൾ ഒരു ജനറേഷനും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവർക്കും എല്ലാ ജനറേഷനും അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. പിന്നെ ഒരു ജനറേഷനിലുള്ള ഡ്രഗ് അല്ല അടുത്ത ജനറേഷനിലുള്ളത്. ആ ജനറേഷൻ നശിക്കാൻ അത് മതി, ഈ ജനറേഷൻ നശിക്കാൻ ഇത് മതി. അങ്ങനെ ഓരോ സമയത്തും ശരിക്കും ഡ്രഗ് ആക്റ്റീവാണ്. ഇന്ന സമയത്ത് കൂടി എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓരോ കാലഘട്ടത്തിനും നശിക്കാനുള്ള സാധനം ഓരോരുത്തുണ്ട്. ഓരോ കാലഘട്ടം മാറിനനുസരിച്ച് പുതിയ പുതിയ സാധനങ്ങൾ വന്നും പോയി കൊണ്ടൊക്കെ. നമ്മുടെ നാട്ടിൽ ബ്രൗൺ ഷുഗർ ഒരു കാലത്ത് ഹൈ ആയിരുന്നു, അപ്പം അത് കുറഞ്ഞു. അപ്പൊ അതിന് പകരം അതിനേക്കാൾ വലിയൊരു വിപത്ത് വന്നു. അങ്ങനത്തെ ഇനി നാളെ ഓപ്പിയം ട്രെൻഡായിരുന്നു, ഹെറോയിൻ ട്രെൻഡായിരുന്നു. ഈ ബ്രൗൺ ഷുഗറിന്റെ സമയത്ത് തന്നെ ഹെറോയിൻ ട്രെൻഡായിരുന്നു. എന്തായി? ഇപ്പം അതിനെ റീപ്ലേസ് ചെയ്ത് ആരും വന്നു, MDMA വന്നു. കുറച്ച് ഹൈഫൈ ടീമിന്റെ ഇടയിൽ എന്ത് കളിക്കുന്നു? കൊക്കയും കളിക്കുന്നു. ഇതാണ് സാധനം. ഇനി നാളെ MDMA റീപ്ലേസ് ചെയ്ത് പുതിയൊരു സാധനം വരും. അപ്പം അതിൻ്റെ പിന്നാലെ പോവാട് വേറെ തലമുറ. അപ്പം ഈ തലമുറ ഇരുന്നിട്ട് പറയും, ഓ ഞങ്ങളെ തലമുറയിൽ ഭയങ്കര നല്ലതേനി, പുതിയ തലമുറ ആക്കണം നശിച്ചു കൊണ്ടിരിക്കണ്. അത് സത്യമല്ല. എല്ലാ തലമുറയും നശിക്കുന്നുണ്ട്, എല്ലാ തലമുറക്കും അതിൽ പങ്കുണ്ട്. ഒരു സാമൂഹിക പ്രശ്നമാണ്, അല്ലാതെ ഒരു തലമുറ പ്രശ്നമല്ല, അത് സമൂഹത്തിൽ മൊത്തത്തിലുള്ള പ്രശ്നം. പിന്നെ നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ കിട്ടുന്ന ബാക്കി തലമുറയിൽ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. ആരാ നിയമം ഉണ്ടാക്കുന്നത്? ആരാ നിയമ സംവിധാനം? എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. പിന്നെന്താ വെച്ചാല് ഞാനല്ല ഓനാണ്. ഒരു ബ്ലെയിമിങ് ഉണ്ടല്ലോ, നോട്ട് മീ ബട്ട് യു എന്നൊക്കെ പറയല്ലേ. NSSന്റെ മുദ്രാവാക്യം ഉണ്ട്, നോട്ട് മീ ബട്ട് യു. അത് നമ്മൾ പറയണത് ഞാൻ നല്ലതും ഓൻ വളരെ മോശമാണെന്നുള്ളതാണ്. അതൊരു പോയത്തരാണ് ശരിക്കത്. ഒളിച്ചോട്ടം എന്നൊക്കെ പറയില്ലേ. എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഒളിച്ചോട്ടണത്. ഞങ്ങളുടെ തലമുറ വളരെ ഉഷാറാണ്, ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല. പുതിയ തലമുറയായിട്ട് നശിച്ചിട്ടുള്ളത് ഒരു മോശമാണ്. ശരിക്കും അത് എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിലൊന്നും ഇടപെടില്ല. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ റെഡിയല്ല എന്നുള്ളത് ഒളിച്ചോട്ടാണ്, ഒട്ടകപക്ഷിന്റെ പണിയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ തല മണ്ണ് പൂത്തിയിട്ടേ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന പോലെയാണ്. അല്ലാതെ എനിക്കതിൽ പങ്കുണ്ടെന്നും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കണമെന്നും അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളൊരു ത്വര ഇല്ലാത്തോലാണ് ശരിക്കും കുറ്റം പറഞ്ഞിരിക്കുന്നത്. പറയണം. പാരന്റിങ് സമൂഹത്തിലൊരു എന്താ പറയാ, ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും കൂടി കൂട്ടുത്തരവാദിത്തത്തിൽ നിർവഹിക്കേണ്ട ഒരു സംഗതി. അത് നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു വ്യക്തി നശിച്ചു, ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നശിച്ചു പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല നശിക്കണേ, കുടുംബം നശിക്കണേ. നമ്മൾ ആലോചിക്കുക, നമ്മളെ വീട്ടിൽ ഒരാൾക്കൊരു മാരക രോഗം വന്നു, ആള് മാത്രമാണ് അനുഭവിക്കണത്? അല്ല. സാമ്പത്തിക പ്രയാസം ഉണ്ടാവും, ഇമോഷണൽ ആയിട്ടൊരു പ്രയാസം ഉണ്ടാവും, ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനേക്കാൾ 100 മടങ്ങാണ് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടാണ് ഉണ്ടാവുന്നത്. ഒന്ന്, ഇപ്പോൾ ജോലിക്ക് പോയിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ കുടുംബത്തിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് തുടങ്ങി. 2, ഇയാൾ ഉണ്ടാക്കുന്ന ആക്രമണ സ്വഭാവങ്ങൾ. 3, സൊസൈറ്റിൻ്റെ അടിയിൽ നിന്ന് ആ കുടുംബത്തിന് ലഭിക്കുന്ന ഒരു പുച്ഛ അപമാനമൊക്കെ ഉണ്ട്. അത് നമുക്ക് താങ്ങാൻ പറ്റൂല. ലഹരിക്കാരൻ്റെ മകനാണെന്ന് അറിയപ്പെടാൻ ആർക്കും ഇഷ്ടമുള്ളത്? ലഹരിക്കാരൻ്റെ വാപ്പയാണ്, ഉമ്മയാണ്, വൈഫാണെന്ന് അറിയപ്പെടാം ആർക്കും ഇഷ്ടം? ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നഷ്ടമാണ്. അപ്പോൾ ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടു, ഒരു സമൂഹം, എല്ലാത്തിലും പ്രശ്നം. ആ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് പിന്നെ മാന്യമായിട്ടുള്ള എന്തെങ്കിലും ഏർപ്പാടിന് ഇറങ്ങാൻ ഇതൊരു തടസ്സമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു വ്യക്തി നശിച്ചു, കുടുംബം നശിച്ചു. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സമൂഹം എന്ന് പറഞ്ഞാൽ. ഈ കുടുംബങ്ങൾ ചേരുന്ന തന്നെയാണ് ഈ സമൂഹം എന്ന് പറഞ്ഞാൽ. ഈ കുടുംബത്തിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ സമൂഹത്തിൽ പ്രതിഫലിക്കുക. ഒരു കുടുംബം നശിച്ചു, 2 കുടുംബം നശിച്ചു, 200 കുടുംബം നശിച്ചു, 2000 കുടുംബം നശിച്ചു. ആ 2000 കുടുംബത്തിന് ചുറ്റുപാട് തന്നെയാണ് ഞാൻ ഉള്ളത്. നാളെ എൻ്റെ വീട്ടിലേക്ക് ഇത് വരില്ല എന്നുള്ള സമാധാനത്തിലാണ് ശരിക്കും പലരും ജീവിക്കണത്. ഇപ്പോഴും നമ്മൾ ആലോചിക്കുക, ഞാൻ ഈ സമൂഹത്തിലാണ് ജീവിക്കണത്, ഈ സമൂഹത്തിലാണ് ഈ ലഹരിക്കാരനുള്ളത്, ലഹരിക്കാരുടെ കൂട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എന്നിലേക്കും ഇത് വരാം. ഞാൻ വേറൊരു സാധനം ഒന്നല്ലല്ലോ, ഞാൻ ഇവർക്കുള്ള അതേ ചിന്തയും വികാരമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. എന്നിലേക്കും ഇത് വരാതെക്കണമെങ്കിൽ, സമൂഹത്തിൽ നിന്ന് ഇത് പോകണമെങ്കിൽ ഞാൻ മുന്നിട്ടിറങ്ങന്നെ വേണം. മടി പിടിച്ച് ഒളിച്ചോടാൻ റെഡിയായി നിന്നാലും ഒന്നും നടക്കൂല. അത് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ ഒന്നിച്ച് പ്രതിരോധിക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കണത് ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ ഒരു ഇതിൻ്റെ ഒരു കേന്ദ്രം അങ്ങനെയൊന്നും പിടിക്കപ്പെടുന്നില്ല ഇവിടെ. ഇവിടെ ചെറുതായിട്ട് റീറ്റെയിലേഴ്സ് അങ്ങനത്തെ കുറച്ച് ആളുകൾ മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. അതാ പറഞ്ഞത്, നമ്മൾ നിയമ സംവിധാനത്തിന് പോരായ്മയില്ല. കൂട്ടായ ഉത്തരവാദിത്വം തന്നെയാണ്. എല്ലാവരും വേണം അതിൽ. വ്യക്തി വേണം, കുടുംബങ്ങളെ ഇടപെടണം, നാട്ടുകാർ ഇടപെടണം, പൊളിറ്റിക്കൽ പാർട്ടികൾ ഇടപെടണം, ഗവൺമെൻറ് ഇടപെടണം, ഒഫീഷ്യൽസ് ഇടപെടണം, എല്ലാവരും ഇടപെടണം. ഒരു ടീം മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കൂല. സർക്കാർ നിയമങ്ങൾ ശക്തമാക്കേണ്ടി വരും.
അതിനനുസരിച്ച് പോലീസ് തന്നെ ഇറങ്ങേണ്ടി വരും, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങേണ്ടി വരും, നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങേണ്ടി വരും, നാട്ടുകാർ ഇറങ്ങേണ്ടി വരും, ക്ലബ്ബുകാർ ഇറങ്ങേണ്ടി വരും, പൊളിറ്റിക്കൽ പാർട്ടിക്കാർ ഇറങ്ങേണ്ടി വരും, മതസംഘടനകൾ ഇറങ്ങേണ്ടി വരും, കുടുംബങ്ങൾ ഇറങ്ങേണ്ടി വരും, വ്യക്തികൾ ഇറങ്ങേണ്ടി വരും. എല്ലാവരും കൂടി ചേർന്നാൽ മാത്രമേ, കാരണം നമ്മൾ പറയലുണ്ടല്ലോ ഇത് സാമൂഹ്യ വിപത്താണെന്നുള്ളത്. സാമൂഹ്യ വിപത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ ഈ കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ പറ്റൂ. അത് ആരെങ്കിലും രണ്ടാൾ വിചാരിച്ചാലൊന്നും ഒഴിഞ്ഞു പോകുന്ന സാധനം. കാരണം അത് മനുഷ്യോളം ഭയക്കേണ്ടെന്നൊക്കെ സാഹിത്യകാരന്മാർ പറയുന്ന സാധനമാണ്. ഇങ്ങനെ വെറുതെ ഒന്നും ഒഴിഞ്ഞു പോകുന്ന ആരും വിചാരിക്കണ്ട, പകൽ സ്വപ്നം കാണണ്ട. അതാണ് ഇതിൽ ശരിക്കും പറയാനുള്ളത്. പക്ഷേ നമ്മളെ ഇപ്പോൾ ഓരോ ഇത് കേൾക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ സാമൂഹ്യ സാഹചര്യം മോശമാണ്, നമ്മൾക്ക് ഇത് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്, ഈസിലി അവൈലബിൾ അല്ലേ. പക്ഷെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു കഥ ഓർക്കാറുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ ഒരു നഷ്ടം കാണുന്ന 2 മക്കൾ, അച്ഛൻ കുടിയനാവുന്നു, ഇപ്പോൾ കുടുംബത്തെ ഉപദ്രവിക്കും, എല്ലാ പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാ തരത്തിലും മദ്യത്തിൻ്റെ ഒരു പ്രശ്നം അറിയാം. അപ്പോൾ ഒരാൾ മഹാകുടിയനാകുന്നു, ഒരാൾ സ്പർശിക്കുന്ന പോലെയല്ലേ മദ്യം. രണ്ടാളും ചോദിക്കുന്ന എന്താണ് കാരണം, ഇങ്ങനെ ഒരാൾ മദ്യപാനിയായി, എന്താ നിങ്ങളാവാത്തതിൻ്റെ കാരണം എന്ന് ഒരാളോടും, എന്താണ് മദ്യപാനി, രണ്ടാളുടെ ഉത്തരം ഒന്നാണ്, അച്ഛൻ കുടിയനായിരുന്നു എന്നുള്ള ഒറ്റ ന്യായമാണ് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സാഹചര്യം എന്താകാം, പക്ഷേ നിങ്ങൾ കൃത്യമായിട്ടുള്ള ചോയ്സ് എടുക്കണം. ഇതുകൊണ്ട് നിങ്ങളെ സൗന്ദര്യം കൂടെ, ഇതുകൊണ്ട് നിങ്ങളെ ബന്ധം നന്നാവേ, ഒന്നും നിങ്ങൾക്ക് ധൈര്യം കൂടെ, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നഷ്ടം മാത്രമാണെന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. അല്ല, സമൂഹത്തിൽ എന്താ പറയുക, പലതരത്തിലുള്ള അജണ്ടകളാണ്. ഇത് ഉപയോഗിച്ചാൽ അത് കിട്ടും, ഇത് ഉപയോഗിച്ചാൽ അത്. ഇപ്പോൾ ഈ കഞ്ചാവിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നു. കഞ്ചാവ് ഉപയോഗിച്ചാൽ ക്രിയേറ്റീവ് ആകാൻ പറ്റും, കഞ്ചാവ് ഉപയോഗിച്ചാൽ ഇന്ന ലൈംഗിക താല്പര്യം, എന്ത് പഠനങ്ങൾ. ഇതിനിടക്ക് ഉണ്ടായിരുന്നു കഞ്ചാവാണ് ക്യാൻസറിനുള്ള മരുന്ന് പറഞ്ഞിട്ട് ഒരു ടീം വാദിച്ച്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒതൻറ്റിക് സോഴ്സിലേക്ക് പോകുക, എന്താണ് അവിടെ പറയുന്ന സാധനം എന്നോ, ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ കണ്ടന്റ് എന്താണെന്നോ, ടെട്രാഹൈഡ്രോ കനബിനോയിഡ് എന്ന് പറഞ്ഞ സാധനം വലിച്ചു കയറ്റിയിട്ട് എന്താണ് കനാബീസ് എന്നോ, ആ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഉള്ളിലേക്ക് പോകില്ല. വെറുതെ ഇങ്ങനെ നിന്നിട്ട് കഞ്ചാവിൽ നിന്നും ഇന്ന മരുന്ന് കണ്ടെത്താമെന്ന് കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഇനി മുതൽ കഞ്ചാവ് ലീഗലാണ്. ഇങ്ങനെ വെറുതെ ഇങ്ങോട്ട് വിശ്വസിക്കുകയാണ് മനുഷ്യന്മാർ. അല്ലാതെ അതിൻ്റെ ഒതൻറ്റിക് സോഴ്സിലേക്ക് പോയി എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഈ സാധനത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എന്തെടുത്തിട്ട് എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ മനുഷ്യൻ തയ്യാറാവില്ല. വെറുതെ എവിടെ എന്ത് കേട്ടാലും അത് നല്ലതാവും, അവനിത് വലിച്ചപ്പോൾ നല്ല സുഖം കിട്ടി, അപ്പോൾ ഇത് അതിനുള്ള പരിഹാരമാണ്, മറ്റൊന്നിത് വലിച്ചപ്പോൾ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അപ്പോൾ ഇതാണ് ഇതിനുള്ള പരിഹാരം. അങ്ങനെ സ്വയം നമ്മൾ തന്നെ അങ്ങോട്ട് ഓരോന്ന് പഠിച്ചുണ്ടാക്കണം, എന്നിട്ട് അയൽവാസിക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അന്ധനായ അയൽവാസി നമ്മളാണ് വിശ്വസിക്കുകയാണ്, എന്നിട്ട് അവനത് അതേപോലെ അടുത്താക്കി കൊടുക്കണം. ഇങ്ങനെ കുറേ മിത്തുകൾ, തികച്ചു മിത്തുകൾ സമൂഹത്തിൽ കുറേ ഉണ്ട്. പിന്നെ അവനവൻ്റെ മനസ്സിനടിച്ചിട്ട് ആ മിത്തിനെ ചില ആൾക്കാർ ആ മിത്ത് മതി എത്ര ഫാക്ട് കേട്ടാലും അതൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മിത്ത് മാത്രം മതി എന്ന് ജീവിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. തിന്മയെ ന്യായീകരിക്കാനുള്ള ഒരു പഠനം വരികയാണല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളെ ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ മദ്യം ഇതിലുണ്ട് ഉൾക്കൊള്ളാറ് പൊതുവെ. അതെന്താ വെച്ചാലേ ശരിക്ക് അത് നിങ്ങൾ പറഞ്ഞ സത്യമാണ്, കാഴ്ചപ്പാട് മാറുകയാണ്. കാരണം എന്താ, അതിനേക്കാൾ വലുത് വന്നതുകൊണ്ടാണ്. അങ്ങനെയാണല്ലോ എല്ലാ കാലത്തും. ഒരു വലുത് വരുമ്പോൾ മറ്റത് എന്താവും ചെറുത്. അപ്പോൾ സിഗരറ്റിനെ ലഹരിയായി കാണുന്ന എത്ര ആൾക്കാരുണ്ട്? വളരെ ചുരുക്കം. ഇല്ല. സിഗരറ്റ് വലിക്കണോനെ ചികിത്സിക്കണം എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കുക, ഈ സകല ലഹരിൻ്റെ കീ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിഗരറ്റും ഹാൻസും കൊള്ളിപ്പുമാണ്. അതിൽ നിന്നാണ് ഇതിലേക്ക് പോകണം. അല്ലാതെ നേരെ MDMA വലിക്കുന്ന ആളുകൾ വളരെ ന്യൂനപക്ഷമാണ്. എല്ലാവരും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും ഈ കീ ഡ്രഗ് എന്ന് പറയുന്ന ഈ താക്കോല് കൈ പിടിച്ചിട്ടാണ് ലഹരിൻ്റെ സകല പൂട്ടും തുറക്കുന്നത്. ആ താക്കോല് കൈ പിടിക്കാതിരിക്കാനുള്ള ബുദ്ധിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ താക്കോല് കൈ പിടിച്ച് വിചാരിച്ച് ഞാൻ പൂട്ട് തുറക്കൂല എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ ഇതിൻ്റെ കുറേ ഡിസ്കഷൻസ് നടക്കുകയാണ്. പോലീസൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കോളേജുകളിൽ നിന്ന് പോളിടെക്നിക്കിൽ നിന്ന് റീസെൻ്റായിട്ട് പിടിച്ചതൊക്കെ നമ്മളെ നെട്ടിക്കുന്നതാണ്. അത്ഭുതമൊന്നുമില്ലെങ്കിലോ ആ ഞെട്ടിക്കലെന്ന് പറഞ്ഞാൽ ശരിക്കും കോട്ടാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ കുറേ വാർത്തകൾ കേൾക്കുന്നുണ്ട്. എത്ര വാർത്തകൾ നമ്മൾ ആത്മാർത്ഥമായി ഞെട്ടുണ്ട്? ഇല്ല, സത്യം പറഞ്ഞില്ല. ഇല്ല, നമ്മൾ അഭിനയിച്ചിട്ട് കാര്യമില്ല. 1-ാം വാർത്തയിൽ ഞെട്ടി, 2-ാം വാർത്തയിൽ കുറച്ച് പറഞ്ഞു, 3-ാം വാർത്തയിൽ ചോദിച്ച ആളുകളുണ്ട് അത്രേ ഉള്ളൂ എന്ന്. അത് എന്തോ വെച്ചാൽ നമ്മൾ അഡാപ്റ്റ് ആവുകയാണ് ഇതിലേക്ക്. സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. കേട്ട് പിന്നെ അതൊരു പ്രശ്നമല്ലാതെ ആവുകയാണ്. ചെയ്യണോൽക്കും പിന്നെ അതൊരു പ്രശ്നമല്ല, കേൾക്കണോനും പിന്നെ അതൊരു വലിയ ഗൗരവമില്ലാത്തൊരവസ്ഥയ്ക്ക് പോകുന്നുണ്ട്. ആ സമൂഹത്തിൻ്റെ ആ മാറ്റം ശരിക്കും നമ്മൾ നോക്കേണ്ട ഒരു സാധനം തന്നെ. ഇപ്പോൾ ക്ലബ്ബുകൾ, നാട്ടിലെ ക്ലബ്ബുകൾ, നിയമ സംവിധാനം, കുടുംബം, നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ഒരു എന്താണ് പറയുക, ഇപ്പോൾ നടന്ന ക്രൂര കൊലപാതകങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി മൊത്തത്തിലൊരു അതിനെതിരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്.
അത് നിലനിൽക്കട്ടെ. ആ ഒരു വൈബ്, ആ ഒരു തരംഗ ശരിക്കും നിലനിൽക്കട്ടെ, അത് ഇതിനേക്കുള്ള ഒരു ഊർജ്ജമായി പകരട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താ വെച്ചാലേ ഈ MDMA കാര്യം പറഞ്ഞപ്പോഴേ മാനസിക രോഗികളുടെ എണ്ണം കൂടുകയാണ്. പ്രത്യേകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയമാണ് ശരിക്കും. മനോനില തെറ്റുന്ന മനുഷ്യന്മാരുടെ എണ്ണം കൂടുകയാണ്. ആര് MDMA ഉപയോഗിക്കുന്ന മനുഷ്യന്മാരിൽ മനോനില തെറ്റുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവർക്കും ഭയങ്കര മാനസിക രോഗം വരികയാണ്. ഇവർ പിന്നെ അതിൻ്റെ പിടിയിലാകുകയാണ്. ഒരു തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഒന്നല്ല, വരും തലമുറ നശിക്കുകയാണ്. ഒരു തലമുറ കൊണ്ട് ഒതുങ്ങുന്ന സാധനമല്ല ഈ മാനസികമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇതിനെ കൃത്യമായിട്ട് തടയിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓരോ തലമുറയിലേക്കും ഇത് പകർന്നു പോവും, ഓരോ തലമുറയും നശിച്ചു പോകും എന്നുള്ളതാണ് സത്യം. സൈക്കോസിസ്, മാനിയ, ഡിപ്രഷൻ, ആങ്സൈറ്റി രോഗങ്ങൾ, സൂയിസൈഡൽ റിസ്കുകൾ, ഇതൊക്കെ കൂടുകയാണ് ഈ ഒരു സാധനം കൊണ്ട്. ഇതിൻ്റെ ഒരു വേറൊരു സംഗതി ഉണ്ടോ? ഇതിപ്പോൾ ഈ ഡിപ്രഷൻ ഇപ്പോൾ ഇവരെ ഒരു ഫീൽ ഇതാ ആവശ്യത്തിലും അവസരത്തിലും അനവസരത്തിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. ഡിപ്രഷനൊക്കെ ചെറിയൊരു ദുഃഖത്തിനൊക്കെ ചിലര് അല്ല, ലഹരി ഡിപ്രഷൻ വരുന്നതേ ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവമുണ്ടല്ലോ. നമ്മൾ ഈ കാണുന്ന ചൊറുക്കുള്ള സാധനം ഒന്നുമല്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ന്യൂറോൺസ് എന്ന സാധനങ്ങളുണ്ട്, കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, കുറേ ഹോർമോൺ വേരിയേഷൻ ഒക്കെ ഉള്ള സാധനമുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവമാണ് തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയ കളികളുടെ ലോകമല്ലേ. അവിടേക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ ഓരോ ലെവലുകളുണ്ട്. ആ ലെവല് പിടുത്തം വിടുമ്പോൾ ഡിപ്രഷനാവും, മാനിയാവും, സൈക്കോസാവും, ആങ്സൈറ്റി ആവും, അങ്ങനെ ഓരോന്നായിട്ട് മാറും. സങ്കടമാണ് പറയാൻ. കുറേ ഉദാഹരണങ്ങൾ, കുറേ മനുഷ്യന്മാർ, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് അസുഖങ്ങൾ. ഈ സംശയരോഗം എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, സൈക്കോസ് പറഞ്ഞ മനുഷ്യന്മാരിൽ വരുന്നത്. എന്തൊക്കെയാ പറയാ, വന്നിട്ട് പറയും ഇലോൺ മസ്കിനെ നിരീക്ഷിക്കുന്നുണ്ട്, പേട കാക്കണ് മേലക്കൂടെ പോണ്, നിങ്ങൾക്ക് ഇന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ, സഹായിക്കാൻ പറ്റുമോ? എന്നിട്ട് പറയാണ് ഇന്ന ആള് വിഷം തീർത്ത് കൊല്ലാൻ നോക്കുന്നുണ്ട് ഭക്ഷണത്തിൽ, ഇന്ന ആളിതാ ഫോളോ ചെയ്ത് വേണ്ടി സാർ ഇതാ അവിടെ നിൽക്കണ ആളോടൊന്ന് മാറിപ്പോവാൻ പറയും. ആരുമില്ല, അയാൾക്ക് തോന്നുകയാണ്. അയാൾ കൃത്യമായിട്ട് തോന്നുക പറഞ്ഞാൽ അയാൾക്ക് തോന്നലാണ്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ റിയലായിട്ട് സാധനം വരികയാണ്. എന്നിട്ട് പറയാണ് ഒറ്റക്കൊന്ന് സംസാരിക്കണ്, ആരാ വെക്കുമ്പോൾ പറയാണ് ഇതാ ഇന്നാൾ നിൽക്കുന്നുണ്ട്, അയാൾ സംസാരിക്കണം ഞാൻ കേട്ടിട്ടല്ലേ, ഞാൻ റിപ്ലൈ കൊടുക്കണം. അങ്ങനെ ഇല്ലാത്ത ശബ്ദം കേൾക്കും, ഇല്ലാത്ത രൂപങ്ങൾ കാണും, ഇല്ലാത്ത സ്മെല്ലുകൾ വരും, പിന്നെ കുറേ സംശയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലത് കേട്ടാൽ നമുക്ക് ചിരി വരും. ആ രീതിയിലുള്ള സംശയങ്ങളാണ്. പിന്നെ റിക്കവറി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും കൃത്യമായിട്ട് മെഡിസിൻ എടുക്കുകയും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകൾക്ക് റിക്കവറി വരും. പക്ഷേ ഒരു പരിധി വരെ ആളുകൾ ആ റിക്കവറി വീണ്ടെടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അവരും നശിക്കുകയാണ്, അടുത്തൊരു തലമുറയും നശിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ 3 ടൈപ്പിലാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ഈ അഡിക്ഷൻ സംഭവിച്ച ആളുകൾ കൃത്യമായിട്ടും മാറാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ എത്തിപ്പെടാം. കോട്ടാൻകോട്ട് പറയാണ് മാറാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ എത്തിപ്പെടാം. ഒന്നെങ്കിൽ ഒരു ക്രിമിനലായി മാറും. ക്രിമിനലായി മാറാന്ന് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ജയിലറുകൾ എവിടെയെങ്കിലും ആയിട്ട് ക്രിമിനലായി മാറും, അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായിട്ട് മാറും. ഇതല്ലെങ്കിൽ ഈ ലോകത്തുനിന്ന് പോകുക എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്തു പോകും. ഇതിലേതെങ്കിലും ഒന്നായിട്ട് അവശേഷിക്കപ്പെടുവർ. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു വിപത്ത്, ഒരു സർവനാശം എന്നൊക്കെ പറയില്ല നമ്മൾ. 3 സംഭവിച്ചാലും നാശം തന്നെയാണ്. ഈ 3-ലേതെങ്കിലും ഒന്നിലേക്ക് ഒരു ചുരുങ്ങി പോകും. അതാണ് ഇതിൻ്റെ ഒരു നമുക്കുള്ളൊരു ഭീതിജനകമായിട്ടുള്ളൊരു ചിന്ത. അതിൽ എനിക്ക് ചേർക്കാൻ തോന്നുന്ന ഈ അടുത്തൊരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ്, ഞാൻ ഇതിൻ്റെ ഒരു ഇതെങ്ങനെ പ്രതിരോധിക്കാന്നുള്ള ചർച്ചയിലേക്ക് നമുക്ക് വരണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ ഇപ്പം ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു സമീപഭാവി എന്നുള്ളത് ഇപ്പോൾ വ്യക്തിവാദത്തിൻ്റെ ഒരു അതിരുകവിച്ചിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി മദ്യപ ലീഗലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പല സ്വതന്ത്ര ചിന്തകരുടെ പ്രത്യേക വാദം കഞ്ചാവൊക്കെ നമുക്കൊന്ന് ലീഗലൈസ് ചെയ്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ ഒരു അളവിൽ പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു ആസന്ന ഭാവിയൊക്കെ അതന്നെ ആയിരിക്കുമല്ലോ. ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സംഗതി, ഒരു അനുവാദം, സ്വാതന്ത്ര്യം കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ അവരതിൽ നിന്ന് തടഞ്ഞു നിർത്തുക. അവിടെ ഞാൻ പറയണത് എന്താ വെച്ചാൽ വിശ്വാസമല്ലായിരിക്കില്ല, ദൈവവിശ്വാസത്തിന് മാത്രമായിരിക്കില്ല ഇവിടെ ഒരു സൊല്യൂഷൻ ശരിക്കും നൽകാൻ പറ്റുക. ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന റിക്കവറിയിൽ നിന്ന് സഹായിക്കുന്നതിന് മാത്രമല്ല, സമൂഹത്തെ തടുത്തു നിർത്തുക,
ഒരു വ്യക്തിയെ തടുത്തു നിർത്തുന്ന ഘടകം എന്തായിരിക്കും? ആണ് ദൈവിക വിശ്വാസം വളർത്തുന്ന ആളുകളിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനൊക്കെ റിക്കവറി ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ പുക വലിക്കായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുക വലിക്കുന്നവർ തന്നെ അതിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം, അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജ് ഇത് അറിയാത്തവരല്ല. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും ഇവരെ തടഞ്ഞു നിർത്തുന്നില്ല. അറിവും തിരിച്ചറിവും പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അറിവില്ലാത്ത ആരുമല്ല. ഈ കുപ്പിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, സിഗരറ്റിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അറിവില്ലാത്തവരല്ല. MDMA കുറിച്ച് അറിവില്ലാത്തവനല്ല ഇത് ഉപയോഗിക്കണത്, തിരിച്ചറിവില്ലാത്തവനാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മൈക്കാണെന്ന് നമുക്കറിയാലോ. മൈക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത് മൈക്കാണെന്ന് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇന്നത് ചെയ്യാമെന്നും അതുവഴി എനിക്ക് ഇന്നത് നേടാമെന്ന് മനസ്സിലായിട്ടാണല്ലോ. ആ ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണല്ലോ നമ്മളിതൊക്കെ ചെയ്യണത്. അതേപോലെ ലഹരി എന്ന് പറഞ്ഞാൽ എനിക്ക് കേടാണെന്നും ഞാൻ നശിക്കുന്നു, ഞാനാണ് അതിൽ ബാക്കി പത്രം ആവുക എന്നുള്ളൊരു തിരിച്ചറിവ് ഇല്ല. പലപ്പോഴും ഇതിലേക്ക് എത്തുന്നില്ല. അത് വെറും ഒരു അറിവായി മാത്രം അവശേഷിക്കുമ്പോഴാണ് നാശത്തിൻ്റെ തോത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദീനിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിക്കുക. നമ്മൾ പ്രത്യേകമായിട്ടും പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് പുതിയ കാലത്തെ കുട്ടികളെ കുറ്റം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവരെ നന്നാക്കാൻ പറ്റൂല, ഇവർ വളരെയധികം നാശത്തിലേക്ക് പോയി, അത്രയധികം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നോക്കുക റസൂല് വരുന്നത് കൊടുക്കുക ജാഹിലിയ സമൂഹത്തിൽ. എന്താ ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴുള്ള സാധനം ജാഹിലിയത്ത് സാധനമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാ വളരെയധികം അതപ്പതിച്ച് നമുക്ക് പറയാൻ പറ്റുക കാലാണ്. അവിടേക്ക് റസൂല് വന്നിട്ട് ആ സമൂഹത്തിൻ്റെ സ്ഥിതി പിന്നെന്താ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വരാൻ പോണ തലമുറകളും മാതൃകയുള്ള ഒരു സമുദായത്തെയാണ് റസൂൽ അവിടെ സൃഷ്ടിച്ചെടുത്തത്. എന്താ ചെയ്തത്? പ്രത്യേകിച്ച് എന്തെങ്കിലും മരുന്ന് കൊടുത്തു? ഇല്ല. വേറെ എന്തെങ്കിലും അത്ഭുത കഴിവുകൾ പ്രയോഗിച്ചോ? ഇല്ല. അള്ളാന്റെ ദീന് അത് സ്പ്രെഡ് ചെയ്തു, ജനങ്ങളെ മനസ്സിലേക്ക് അത് എത്തിച്ചു, അവരെ ദീനിയാക്കി. ആ ദീനിയാക്കുക വഴി അവരിൽ ഇങ്ങനത്തെ എല്ലാ തിന്മകളും മാലിന്യങ്ങളും അവർ കഴുകിക്കളഞ്ഞു. സ്വാഭാവികമായിട്ട് ആ തലമുറ നന്നായി ഉത്തമ സമൂഹം. നമ്മൾ സ്വഹാബത്ത് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വികാരമുണ്ട്, റളിയല്ലാഹു അൻഹു എന്ന് ചേർത്തിട്ട് നമ്മൾ അവരെ കുറിച്ച് പറയാം. അവരുടെ ഒരു കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ചെറുപ്പം നോക്കുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് പിന്നെ നമുക്ക് മാതൃകളായി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മനുഷ്യന്മാരായി മാറുന്നത്. ഭയങ്കര വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പ്രത്യേകിച്ച് ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റോറി നമ്മൾ പറയണം. കാരണം ചിലപ്പോൾ നമ്മൾ വിമുക്ത സമൂഹത്തെ ലഹരി വിമുക്ത സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജാഹിലിയ കാലത്ത് റസൂൽ വരുന്നു. ആ സമൂഹം മധ്യത്തിൽ അതുപോലെ തന്നെ പല മ്ലേച്ഛതകളും തിന്മകളിലും ആറാടിയൊരു സമൂഹമാണ്. ഇപ്പോൾ അതിലെനിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് തൊറഫയുടെ കവിത. അതുപോലെ കവികളിലൂടെയാണല്ലോ അവരുടെ ഒരു ഫിലോസഫി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തൊറഫ പാടുന്നുണ്ട് ഒരു വരി, തലാസും മിൻഹുന്നെ ഈശത്തിൽ ഫത്ത, 3 സുഖം പണ്ടേ വിധിച്ചതാം യുവാക്കൾക്ക്. ഇതിൽ 3 സുഖം എണ്ണുന്ന സുഖം ഒന്ന് കാമുകിയുമായിട്ടുള്ള രതിയാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മദ്യം. അതിങ്ങനെ ഒരു പ്രത്യേക ഫീലിലും ഇതിൽ അത് നല്ല രസത്തിൽ വർണ്ണിക്കുന്നുണ്ട്, അത് കുടിക്കുന്നതാണ്. മൂന്നാമത്തെ പടവെട്ട യുദ്ധം. ഈ 3 പരിപാടി ഇത് കിട്ടിയില്ലെങ്കിൽ യുവാക്കൾ മരിച്ചാണ് നല്ലത്. ഈ സുഖം 3 കിട്ടിയില്ലെങ്കിൽ. അപ്പം അങ്ങനെ ഉള്ള മദ്യത്തിൽ അത്രയും ചേർന്ന് നിന്നൊരു സമൂഹം. അപ്പം അവരെ റസൂല് പിന്നീട് ഒരു 23 വർഷം എന്നുള്ള ചെറിയ ടൈം പീരീഡ് അല്ലേ, അതിനുള്ളിൽ ലഹരി എന്നുള്ള വസ്തു തൊടാത്തൊരു സമൂഹമാക്കി മാറ്റി. അപ്പം അതിനുപയോഗിച്ച് മെത്തഡോളജി, അത് ഈ പറഞ്ഞതുപോലെ ദൈവവിശ്വാസം നൽകുക. അപ്പം എനിക്ക് തോന്നുന്നു ആയിഷ റളിയല്ലാഹു അൻഹ അതിൽ നല്ലൊരു ഇൻസൈറ്റ് നൽകുന്നത് ഇങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ഞങ്ങളിലേക്ക് ആദ്യം അവതരിക്കപ്പെട്ട ആയത്തുകൾ മുഫസ്സലായ ആയത്തുകളാണ്. അള്ളാഹുവിനെ കുറിച്ചും സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ആദ്യം കിട്ടി, പരലോകത്തെക്കുറിച്ചുള്ള ബോധം കിട്ടി. അവിടെ മറുപടി പറയേണ്ടത് ഒരു പരീക്ഷണ ജീവിതമാണ്, ഇവിടെ നിങ്ങൾ ജീവിച്ച് അവിടെ പോയാൽ അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയണം, സ്വർഗ്ഗമുണ്ട് നരകമുണ്ട്, ഈ ബോധം കിട്ടി. പിന്നീട് മദീനയിലെത്തുമ്പോഴാണ് കുറേ ഹറാമുകളും ഹലാലുകളും അതുപോലെ തന്നെ പിന്നീടാണ് കർമാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നത് മദ്യപിക്കരുത് എന്നാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മദ്യപിക്കും. ഞങ്ങളോട് വ്യഭിചരിക്കരുതെന്ന് ആദ്യം പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വ്യഭിചരിക്കും. ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അല്ല, അതന്നെയാണ് രീതി. ഇപ്പോൾ ഇവരെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്ലഷർ സീക്കിംഗ് എന്നാണ്. സന്തോഷം കണ്ടെത്തുക. അവരൊരു മുദ്രാവാക്യം തന്നെ ഉണ്ട്, യോലോ, യു ഓൺലി ലിവ് വൺസ്. ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കണം, ആനന്ദകരമാക്കണം, അർമാദിക്കണം. ഈ ഒരു സാധനമാണ്. അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ എന്നാണ് പ്ലഷർ സീക്കിംഗ് ആണ്. നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ലഹരിയിൽ നിന്ന് മാറി നിൽക്കണം, വിട്ടു നിൽക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടെ ഒരാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ആ നെഗറ്റീവായിട്ടുള്ള അഡിക്ഷന് പകരം പോസിറ്റീവായിട്ടൊന്ന് റീപ്ലേസ് ചെയ്യാൻ കഴിയണം. അതായത് അയാൾ ഓറിയൻറ്റേഷൻ പ്ലഷർ സീക്കിങ്ങിന് പകരം മറ്റൊന്നായി മാറണം. അവിടേക്ക് നമുക്ക് ഈ ദീന് കൊടുക്കാൻ കഴിഞ്ഞാൽ
അയാൾ ആ നെഗറ്റീവിന് പകരം അയാൾ പോസിറ്റീവിലേക്ക് അട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ, അത് അയാളെ ജീവിതത്തിൻ്റെ ഭാഗമായാൽ, അയാൾ അതിനോട് അഡിക്റ്റ് ആയാൽ, പിന്നീട് ഒരു തിരിച്ചു പോക്ക് അയാൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ആ യോലോ എന്ന് പറഞ്ഞല്ലോ, യു ഓൺലി ലിവ് വൺസ്, അതെന്താവും? ഈ ഓറിയന്റേഷൻ പ്ലഷർ സീക്കിന് പകരം ദീനാവുമ്പോൾ യു ഓൺലി ലിവ് വൺസ്, ജീവിതം ഒന്നുള്ളൂ കേട്ടോ. നാളെ പരലോകം വരിക കേട്ടോ, മരണം വരിക കേട്ടോ, അള്ളാൻ്റെ അടുത്ത് നിന്നുള്ളത് കിട്ടുട്ടോ എന്ന് വരുമ്പോൾ ആ യോലോ അയാൾക്ക് പോസിറ്റീവായി എടുക്കാൻ പറ്റും. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ പ്രതി ചേർക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്നവരൊക്കെ ഇതിൽ പ്രതികളാണ് സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ. ഉണ്ട്, സത്യമാണ്. നമ്മൾ ലിബറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് മനുഷ്യന്മാർക്ക്. അതങ്ങനെ കുഴപ്പമില്ല, എങ്ങനെ കുഴപ്പമില്ല, അതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റായി വരുന്ന ഇങ്ങനത്തെ സാധനങ്ങളാണ്. ആരും ഇതിന്ന് കൈകൾ കഴുകിയിട്ട് അങ്ങനെ ഓടിപ്പോവാനൊന്നും പറ്റൂല. തീർച്ചയായിട്ടും നമ്മൾ ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മതാധ്യാപനങ്ങളെ നമ്മൾ സ്ട്രോങ് ആക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മൾ കൂടുതൽ നൽകുക. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊക്കെ ഇനി ലീഗലാകുന്ന ഒരു കാലത്ത് അവരെ തടഞ്ഞു നിർത്തുന്ന ഒരേ ഒരു കാര്യം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ വിശ്വാസം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സ്ട്രോങ് ആയിട്ട് നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ പ്രവാചകൻ ഹദീസിൽ തന്നെ നിരവധിയായിട്ട് ഈ ലഹരിയെക്കുറിച്ച് അതിലുപയോഗിക്കുന്ന പദങ്ങൾ മിഫ്താഹാണ്, എല്ലാ തിന്മകളുടെയും താക്കോലാണ്, ഉമ്മുൽ ഖബായിസാണ്, സകല മ്ലേച്ഛതയുടെയും വൃത്തികേടിൻ്റെയും മാതാവാണ് മദ്യം എന്നൊക്കെ. ആ മ്ലേച്ഛതിൻ്റെ ഇതിന് തുടക്കമാണെന്ന് പറഞ്ഞല്ലോ, മ്ലേച്ഛതിൻ്റെ എല്ലാത്തിനെയും കാരണക്കാരാണെന്ന് പറഞ്ഞു. സത്യല്ലേ? സത്യം. ഏതതുകൊണ്ട് സംഭവിക്കാത്തത്? എന്ത് മ്ലേച്ഛതയോട് പറയുന്നത് അറിയോ? അവനത് ഈ ലഹരി പിടിക്കപ്പെട്ടിട്ട് ചിലപ്പോൾ അവൻ മാതാവിൻ്റെ മേൽ വീകും. അവൻ അവന് ഖംർ എന്ന് പറഞ്ഞ അറബി വാക്കിൻ്റെ തന്നെ മൂടുക, മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ബുദ്ധിയെ മറക്കും, പിന്നെ അവനല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിക്കാണ് പോകുന്നത്. റസൂല് ലഹരി ഉപയോഗിച്ച മനുഷ്യന്മാരെ ആരായിട്ടാണ് കമ്പയർ ചെയ്ത്? സ്വന്തം കുടുംബത്തിൽ നിന്ന് വ്യഭിചരിച്ച മനുഷ്യന്മാരായിട്ട് കമ്പയർ ചെയ്തൊരു ഹദീസ് ഉണ്ട്. അപ്പം അത്രയും മ്ലേച്ഛാണെന്ന് പറഞ്ഞൊരു സാധനത്തിന് ദീന് നമ്മളിലേക്ക് വരുമ്പോൾ ഒരിക്കലും അതിലേക്ക് പിന്നെ പലപ്പോഴും ലഹരി എന്ന് പറയുമ്പോൾ ആളുകൾ ഈ മദ്യം അതിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. അതൊരു പ്രധാനപ്പെട്ട സംഗതി. ഒന്ന്, സർക്കാർ തന്നെ അതിന് സംവിധാനങ്ങൾ ഒരുക്കി ഒരു സ്ഥലത്ത് ഈ വിരുദ്ധ പ്രതിജ്ഞ നടത്തുന്നു, അടുത്ത് ബാറുകൾ അനുവദിക്കുന്നു. അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ നമ്മൾ ഈ സാധനത്തിന് ചില മനുഷ്യന്മാർ പറച്ചിലുണ്ട്, മദ്യം ഉപയോഗിക്കുമോ? സാർ മദ്യം ഞാൻ കഴിക്കൂല, കാരണം മദ്യം ഹറാമല്ലേ. കഞ്ചാവിനെ കുറിച്ച് ഖുർആനിലൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ ടൈപ്പ് ന്യായീകരണങ്ങൾ. അവിടത്തിനോട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, സാർ മയക്കുമരുന്ന് ഞാൻ ഉപയോഗിക്കില്ല, ഞാൻ കഞ്ചാവ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കഞ്ചാവ് മയക്കല്ലല്ലോ, പ്രകൃതിയാണ്. ഓരോ ടൈപ്പ് ന്യായീകരണങ്ങളും വാദങ്ങളാണ് വരുന്നത്. റസൂൽ പറയുന്ന എത്രയാണ്? കുല്ലു മുസ്കരിൻ ഖംർ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്, എല്ലാ മദ്യവും നിഷിദ്ധമാണ്. അപ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മദ്യത്തെ സ്പർശിക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം വലിയ കബായിറായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ നന്നായിട്ട് പേടിക്കണം. അത് നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ ബന്ധങ്ങളെ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു തിന്മയാണ്. അപ്പം അതിൽ ഒരു രണ്ടാമത് നമ്മൾക്കൊരു ചിന്ത ഉണ്ടാകില്ല. ഇല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ അയച്ചതെന്ന് പറഞ്ഞാൽ ലഹരി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്രൈമിലേക്ക് പോയി, അല്ലെങ്കിൽ ലഹരി വിൽപ്പനയിലേക്ക് പോയി, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളിലേക്ക് പോയി, ഇല്ലെങ്കിൽ കബളിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് പോയി, കള്ളം പറയുന്ന സ്വഭാവത്തിലേക്ക് പോയി, മറ്റുള്ളവൻ്റെ ധനം അപഹരിക്കുന്നതിലേക്ക് പോയി. ഇങ്ങനെ മനുഷ്യന് എന്തൊക്കെ തരത്തിൽ ഫ്രോഡാകാൻ പറ്റുമോ അതിലേക്കൊക്കെ ലഹരി കൊണ്ടുപോകും. റസൂല് പറഞ്ഞത് കൃത്യമായിട്ട് പുലരുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ഇത്രയും ഒരു വലിയ സമുദായത്തിലൊരു വലിയ ഒരു ഭൂരിപക്ഷത്തെ തന്നെ ഈ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് ഈ തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ധാർമ്മിക മൂല്യം നൽകിക്കൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുക, ശക്തമാക്കുക. അതുതന്നെയാണ് നമ്മൾക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത്. അതാണ് റസൂല് ഉപയോഗിച്ചൊരു മെത്തഡോളജി. അത് ഉപയോഗിച്ചു അവർ സകല തിന്മകളോടും ബൈ പറഞ്ഞ ഒരു സംഭവം. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ ആ രീതി തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളും പ്രയോഗിച്ചത്. സമൂഹത്തെ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, അവൻ ഏകനായ റബ്ബിനെ കുറിച്ച് ആരാധിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ റബ്ബിനെ കുറിച്ചുള്ള ബോധം മനസ്സിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഏത് തിന്മകളും പിന്നെ അതിൻ്റെ സാധ്യതകൾ നമുക്ക് നിഷേധിക്കാൻ പറ്റും. അപ്പോൾ അതന്നെ അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ശക്തമാക്കുക എന്നുള്ളതാണ് എനിക്ക് അതിനോട് വീണ്ടും ചേർത്ത് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും അതന്നെയാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാവുന്ന രൂപത്തിൽ സംസാരിക്കുകയാണെങ്കിൽ, ഒന്ന് സ്വയം പ്രതിരോധിക്കുക, 2 നമ്മൾ ബോധവൽക്കരണം നടത്തുക, 3 ശാസ്ത്രീയമായിട്ടുള്ള സഹായങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കുക, പിന്നെ രക്ഷകർത്തത്തിൽ നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ ഉപരി ആ ദീൻ എന്നുള്ള സാധനം, ആ തൗഹീദ് എന്നുള്ള സാധനം, അതിൻ്റെ മൂല്യങ്ങൾ അത് കൃത്യമായിട്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള പരിഹാരം. അങ്ങനെ ആകുമ്പോൾ തിരിച്ചു പോകാനുള്ള, ലഹരിയിലേക്ക് വീണ്ടും വീണു പോകാനുള്ള സാധ്യത കുറയും, ഒരു നല്ല ജീവിതം മുന്നോട്ട്
കൊണ്ടുപോകാൻ സാധിക്കും. ആണെങ്കിൽ അപ്പോൾ എൻ്റെ ഞാൻ വിചാരിക്കുന്നു, അപ്പോൾ അതിൽ റസൂലിൻ്റെ ഹദീസ് പറയാൻ വിചാരിക്കുന്നു. റസൂലിൻ്റെ സുദീർഘമായ ഒരു ഹദീസിൻ്റെ ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ചതിലാണ്. അപ്പോൾ അള്ളാഹു എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ട്, അള്ളാഹു എല്ലാ ലഹരിയുടെ വസ്തുക്കളെയും വിരോധിച്ചിട്ടുണ്ട്. അത് MDMA, ഇനി അതിനേക്കാൾ മാരകമായ ഏതൊക്കെ വേർഷൻ വരാനുണ്ടോ, അത് എന്താണോ ലഹരി ഉണ്ടാക്കുന്നതാണോ ഒക്കെ മദ്യമാണ്, എല്ലാ മദ്യവും ഹറാമാണ്. അപ്പോൾ അള്ളാഹു വിരോധിച്ചൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ആ ഹറാമിലേക്ക് നടന്നു പോകുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് കൊതറി മാറാണ്. അത് നിങ്ങൾക്ക് ഒരു നേട്ടവും കൊണ്ടുവരാൻ പോകുന്നില്ല. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഏത് വിധിവിലക്കുകൾ പരിശോധിച്ചാലും അത് നിങ്ങളുടെ ബുദ്ധിയെ സംരക്ഷിക്കുന്നതായിരിക്കും, ശരീരത്തെ സംരക്ഷിക്കുന്നതായിരിക്കും, അതുപോലെ നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുന്നതായിരിക്കും, നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേറ്റവും വലുതാണ് ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് ഏതാണെങ്കിലും, ചെറുതോ വലുതോ, എല്ലാം അത് താക്കോലാണ്, എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതീവ ഗൗരവത്തിൽ മതം അതിനെ ശാസിച്ചിട്ടുണ്ട്. അപ്പോൾ സമുദായത്തിനുള്ള അംഗങ്ങളോടൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ നിർബന്ധമായി നിർവഹിക്കേണ്ട ദൗത്യമാണ്. എന്തെല്ലാം ജനകീയ മുന്നേറ്റങ്ങളുണ്ടോ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുമിച്ച് ജാതി മത ഭേദമന്യേ ഒരുമിച്ച് നിന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവസാനിക്കുമ്പോൾ പറയാനുള്ളത്, പെട്ടുപോകാതിരിക്കുക. പെട്ടുപോയി കഴിഞ്ഞവർ അതിൽ നിന്ന് കുതറി മാറാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അങ്ങനെ ഒരു നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്.